കുറേ മാസത്തെ നാടകങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാഹുലിനെ അതിനാടകീയമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് AR ക്യാമ്പിൽ എത്തിച്ചത്. ഇപ്പം 3, 4, 5 മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വരെ ആ ഒരു ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല. എന്തിനു പറയാം, അയ്യപ്പൻ്റെ സ്വന്തം കട്ട കള്ളന്മാരെ പോലും ഇത്രയും മണിക്കൂർ ചോദ്യം ചെയ്ത് കാണത്തില്ല അല്ലേ. കഴിഞ്ഞ ദിവസം നാടകീയമായിട്ടുള്ള അറസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. തന്ത്രിയെ, ശബരിമലയിലെ പ്രധാന തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു അറസ്റ്റ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അറസ്റ്റ് നടക്കുന്നത്. അതിലൂടെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഇത് വെറും നെറിയറ്റ രാഷ്ട്രീയ കളിയാണെന്ന്. ഇനി എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇനി എത്ര കള്ള പീഡന കഥകൾ ഡെയിലി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ കൊണ്ടുവന്നാൽ പോലും അയ്യപ്പൻ്റെ സ്വന്തം കട്ട കള്ളന്മാരെ ജനങ്ങൾ മറക്കത്തില്ല. അത് ജനങ്ങളെ മനസ്സിൽ ആഴത്തിൽ അതിഞ്ഞ് മറക്കാൻ പോകുന്നില്ല. അതിനുള്ള മറുപടി ജനങ്ങൾ തന്നെ കൊടുത്തിരിക്കും. നിങ്ങൾ നോക്കിക്കോ, എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അത് ജനങ്ങൾ വിടാൻ പോകുന്നില്ല, ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. കോടതി എന്താണ് പറഞ്ഞത്? കോടതി രണ്ടാമത്തെ പരാതിയിൽ കോടതി പറഞ്ഞ എന്താണ്? ഈ മാസം 21 വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. കോടതി പോലും രണ്ട് പരാതികൾ കോടതി പോലും തള്ളിക്കളഞ്ഞാണ്. കാരണം ആദ്യത്തെ പരാതിയിൽ തെളിവില്ല, രണ്ടാമത്തെ പരാതിയിൽ തെളിവില്ല, മൂന്നാമത്തെ പരാതിയിലാണ് പരാതി. അത് ഇമെയിൽ വഴിയാണ് വന്നിട്ടുള്ളത്. ഇമെയിൽ വഴിയാണ് ആ പരാതി വന്നിട്ടുള്ളത്. അതും ഇമെയിൽ വന്ന ഉടനെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിക്കോണം. കാരണം ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാം, ഇത് കോടതി തള്ളിക്കളയും. കാരണം തെളിവുകളില്ല. ഇപ്പം മൂന്നാമത്തെ പരാതിയിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടട്ടെ. എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഇനി തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ 2 കേസുകൾ തള്ളിപ്പോയല്ലോ, അത് എന്തുകൊണ്ട് തള്ളിപ്പോയെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഇവിടെ കുറ്റക്കാരെന്ന് പരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. പരസ്പര സമ്മതത്തോടു കൂടി, പരസ്പര ഇഷ്ടത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ക്രൂരമായി എന്നെ ഉപദ്രവിച്ചു. അതും എനിക്ക് ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയത് ഈ മൂന്നാമത്തെ പരാതിയാണ്. മൂന്നാമത്തെ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പരാതിയിലും പറഞ്ഞേക്കുന്ന സെയിം കാര്യങ്ങളാണ്. പീഡിപ്പിച്ചു, കല്യാണം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അതിനുശേഷം ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു, നടത്തി എന്നൊക്കെയാണ് ഈ 2 പരാതിയിലും പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ പരാതിയിൽ ഇതും കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയത്. കാക്കിച്ച് തുപ്പി മുഖത്തടിച്ചു. എന്താണല്ലേ ഇതൊക്കെ ബലമായിട്ട് ക്രൂരമായിട്ട് പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ച ഒരാളെ പോലെയാണ് ഇതൊക്കെ പറയുന്നത്, ഈ ഒരു പരാതിയൊക്കെ കൊടുക്കുന്നത്. പരസ്പര ഇഷ്ടത്തോടു കൂടി പോയിട്ടുള്ള ആളെ ഇങ്ങനെ മുഖത്ത് കാക്കിച്ച് തുപ്പി പീഡിപ്പിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ അത്രയും വിരൂപമാണോ മുഖം? എന്തായാലും ഇതൊന്നും എങ്ങും ഏക്കാൻ പോകുന്നില്ല. ഇനി രാഹുൽ ഇത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം മൂന്നാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിൽ കൂടെ വരുന്നത്. പക്ഷേ ഇത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പരസ്പര ബന്ധത്തോടെയാണ്, പരസ്പര സമ്മതത്തോടെയാണ് ഇത് സമ്മതിച്ചിട്ടുള്ളതെന്നാണ് രാഹുൽ അവിടെ പറയുന്നത് തന്നെ. ഇത് ഇലക്ഷൻ്റെ സമയം ആവുന്ന സമയത്ത് വോട്ട് പിടിക്കാനെ കൊണ്ട് കാണിക്കുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണെന്ന് പറയാം. ഉമ്മൻചാണ്ടിക്ക് എന്ത് സംഭവിച്ചു? അത്രയും ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനെ മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റമാണ് അന്ന് ഈ ഒരു പെണ്ണ് കേസും കൊണ്ടിട്ട് ഈ നാറികൾ ആ മനുഷ്യനെ വേദനിപ്പിച്ചത്. അതിൻ്റെ എല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ. എന്തായാലും ആ ഒരു വാർത്ത ഒന്ന് കാണാം. പാലക്കാട് KPM റീജൻസിയിലേക്ക് പോലീസുകാർ കടന്നു ചെല്ലുന്ന മുതലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിലുള്ളത്. രാത്രി 12:30 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങളാണ്. പോലീസ് സംഘം അവിടെ എത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഷബീദ് റാവുത്തർ വിവരങ്ങൾ വായിച്ചിരുന്നു. ഷബീദ്, ഈ 12:30 മണിക്ക് പോലീസ് കടന്നു ചെല്ലുന്ന സംഭവമാണോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്? SK ഉറപ്പായിട്ടും. അതായത് ഈ പോലീസിനെ സംബന്ധിച്ച് പോലീസ് കഴിഞ്ഞ ഒരാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ രഹസ്യ നീക്കങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ പാലക്കാട് KPM ഹോട്ടലിലുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുന്നത്. അവർ ആദ്യം അവിടേക്ക് എത്തി റിസപ്ഷനിലുള്ളവരുടെ ആ കോൺടാക്റ്റുകൾ അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. പിന്നീട് ആ ഹോട്ടലിൽ ആരൊക്കെയുണ്ടെന്നുള്ള കാര്യം അന്വേഷിച്ചു. അതിനുശേഷം ഹോട്ടൽ റൂമിന്റെ സ്പെയർ ക്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം, അതായത് ഷൊർണൂരിൽ നിന്നുള്ള ആ സ്പെഷ്യൽ ടീം അവർ രാഹുൽ താമസിക്കുന്ന മുറിയിലേക്ക് എത്തുന്നതും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് പോകുന്നതും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം അന്വേഷണ സംഘം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന റിസപ്ഷൻ ഏരിയയിൽ.
ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സന്ദേശം എന്ന സിനിമയിലെ ശങ്കരാടിയുടെ ഡയലോഗാണ്. പെണ്ണ് കേസും അതുപോലെ ഗർഭ കേസുമാണ് ഇവറ്റകളുടെ ഹൈലൈറ്റ്. ഇതിനൊക്കെ ഉള്ള മറുപടി 2026 മെയ്യിൽ ജനങ്ങൾ കാണിച്ചു കൊടുക്കും. നിങ്ങൾ നോക്കിക്കോ, എന്തൊക്കെ ഇവർ കാട്ടിക്കൂട്ടിയാൽ പോലും ശബരിമല കൊള്ള ജനങ്ങൾ അത് മറക്കത്തില്ല. അതിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ ആരാണെന്നോ അവനെ ജനങ്ങൾ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് വലിച്ചു കീറി കാട്ടിയിരിക്കും. അതിലൊരു സംശയമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് 2 പരാതിയും നമുക്കറിയാവുന്നതാണ്. 2 പരാതിയും തെളിവില്ല. അപ്പം തെളിവില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക്, രാഹുലിനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് മൂന്നാമതൊരു പരാതി ഇമെയിൽ വഴി അയക്കുന്നു, ഉടനടി നടപടിയെടുക്കുന്നു. അപ്പം 2 പരാതിയും വന്നപ്പോഴേ എനിക്കറിയായിരുന്നു മൂന്നാമത്തൊരു പരാതി വരും. അത് എപ്പോഴാണെന്നും എങ്ങനെ വരുമെന്നും എനിക്ക് നല്ലതുപോലെ ഞാൻ ചിന്തിച്ചത് ഇതൊക്കെ. കാരണം തന്ത്രിയെ എന്ന് അറസ്റ്റ് ചെയ്യുന്നു അന്ന് മൂന്നാമത്തെ പരാതി എത്രയും പെട്ടെന്ന് എടുത്തിടുക, രാഹുലിനെ അറസ്റ്റ് ചെയ്യുക, രാഹുലുമായിട്ടുള്ള വിഷയങ്ങൾ ആളിക്കത്തിക്കുക, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇഷ്യൂ, തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയുക. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇത് രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരിക്കുമല്ലോ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതങ്ങ് മാഞ്ഞു പോകും എന്നാണ് സ്രാവുകൾ വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ അതൊന്നും നടത്തത്തില്ല. ജനങ്ങളെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കുക. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങി. അതൊന്ന് കേട്ടു നോക്കുക. അയ്യപ്പനെ കൂടെ തോണ്ടി തോണ്ടി ചെമ്പാക്കിയത് ഇതുപോലൊരു നാറിയവരണം ഇനി കണ്ടിട്ടേ ഇല്ല. അയ്യപ്പന്റെ സ്വർണം കവർന്നതിലുള്ള രോഷമാണ് അവിടെ കാണുന്നത്. അത് ഇവരുടെ യഥാർത്ഥ കണ്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പ്രതികരണമാണ്. ഇതിനൊക്കെയുള്ള മറുപടി 2026 മെയ്യിൽ ഈ ജനങ്ങൾ കാണിച്ചു കൊടുക്കും. രാഷ്ട്രീയം വെറും മതവും പെണ്ണും കള്ളും കഞ്ചാവും മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഷ്ട്രീയം വെറും മതവും സെക്സും മാത്രമാക്കി ഇല്ലേ? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ കൊണ്ടിട്ട് വോട്ട് പിടിച്ച് അധികാരത്തിലേക്ക് കടക്കാൻ കാണിക്കുന്ന കമ്മികളുടെ വെപ്രാളമാണ് ഇതൊക്കെ. ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യനിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അന്ന് ആ മനുഷ്യൻ അനുഭവിച്ച വേദനകൾ ഒന്നും മനസ്സിലാക്കി നോക്കി. ആ ഒരു പ്രായത്തിൽ അയാൾ അങ്ങാരെ കൊണ്ട് പെണ്ണ് കേസിലിട്ട് സമൂഹത്തിന് മുമ്പിൽ വലിച്ചിഴച്ച്. അതുപോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും. ഇവിടെ ഇതെങ്ങനെ പീഡനമാണ് എന്ന് പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് ഇത് കോടതിയിൽ എത്തിയിട്ട് പോലും കോടതി ഇത് തള്ളിക്കളയുന്നത്. ഇതിനെതിരെ ഒരു നടപടിയും കോടതി പോലും എടുക്കാത്തത്. കോടതിക്ക് തെളിവാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ തെളിവില്ല. ഇതിനൊക്കെ ഉള്ള തെളിവ്, പ്രോപ്പറായിട്ടുള്ള തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ തന്നെ ഇതെങ്ങനെ ഇതിനെതിരെ കോടതി ഒരു ആക്ഷൻ ഇടും? ഇതിനെതിരെയുള്ള ആക്ഷൻ കോടതി വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരിക്കലും കോടതിയിലെ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു കേസിന്, ഇങ്ങനൊരു പരാതിയിൽ ഒരിടത്തും ഇതിനെതിരെ ഇന്ന ശിക്ഷയാണ്, ഇന്ന വകുപ്പ് ചാർത്തി ജയിലിൽ അടയ്ക്കണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. കാരണം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള പരിപാടിയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ എന്നെ പീഡിപ്പിച്ചു, അവൻ എന്നെ കാക്കിച്ചു തുപ്പി, മുഖത്ത് തുപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കോടതി ഇതിനെതിരെയുള്ള നടപടി എടുക്കുമെന്നാണ് ഞാനിത് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കേസ് എങ്ങും പോകത്തില്ല. ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ രാഹുലിന് ഒരു 15 ദിവസം 20 ദിവസം, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 50 ദിവസം അകത്തിടും. അത്രയേ ചെയ്യത്തുള്ളൂ ഇതിനകത്ത്. അല്ലാതെ ഇതിനകത്തൊന്നും ഒരു നടപടി എടുക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണക്കൊള്ള മായ്ച്ചു കളയാൻ മാത്രം രാഹുലിനെ പിടിച്ച് ജയിലിൽ കുറച്ച് ദിവസം ഇടുക. അത് ജനങ്ങൾ അതിൻ്റെ പുറകെ പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. തന്ത്രിയുടെ മേലിരിക്കുന്ന ആ സ്രാവിനെ ജനങ്ങൾ വലിച്ച് താഴെ ഇടുന്നത് വരെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങൾ മറക്കാൻ പോകുന്നേയില്ല. ഇനി ഇതിനെപ്പറ്റിയിട്ട് ശിവൻകുട്ടി പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. രാഹുലിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കാരണം സ്വന്തം പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ്
ഈ ശിവൻകുട്ടി, ആ ശിവൻകുട്ടിയുടെ ന്യായീകരണം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ ഈ പറഞ്ഞതുപോലെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, നടപടി സ്വീകരിച്ചാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLA സ്ഥാനം രാജിവെക്കാതിരിക്കും. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് കണ്ടാൽ തന്നെയും ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്നുകൊണ്ടുള്ള ഈ കാര്യങ്ങൾ ഇത് കോൺഗ്രസിന്റെ ഉന്നതങ്ങളിലുള്ള ആൾക്കാരും, കാര്യം ഉന്നതങ്ങളിലുള്ള ആൾക്കാരത്തെ നയപരമായി സംഘടനപരമായി തീരുമാനിക്കേണ്ട ആൾക്കാരും രാഹുൽ മാങ്കുട്ടവുമായി ഉള്ള ഒരു കൂട്ടുകച്ചവടമാണ്. കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പരസ്പര ധാരണയാണ്. അല്ലെങ്കിൽ പിന്നെ രാജീവ് നടപടി ഈ പറഞ്ഞതുപോലെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, നടപടി സ്വീകരിച്ചാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLA സ്ഥാനം രാജിവെക്കാതിരിക്കും. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് കണ്ടാൽ തന്നെയും ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. ഈ സ്ഥാനമാനം ഇവിടെ രാഹുലിനെതിരെ പാർട്ടി എന്ത് തീരുമാനിച്ചെന്നാണ് ശിവൻകുട്ടി ചോദിക്കുന്നത്. പാർട്ടി പുറത്താക്കിയല്ലോ, പിന്നെ MLA സ്ഥാനം അത് പാർട്ടിക്കുള്ള അധികാരമല്ല. അത് MLA സ്ഥാനം അത് ജനങ്ങൾ കൊടുത്തതാണ്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ മുകേഷിനെ പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി പുറത്താക്കിയോ? മുകേഷിൻ്റെ MLA സ്ഥാനം പാർട്ടി തിരിച്ചെടുത്തോ? ആദ്യം അതിനുള്ള പ്രതികരണം എന്താ? അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളൊരു പ്രതികരണമായിട്ട് വന്നാൽ കൊള്ളാമായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുകേ, എന്നാലല്ലേ കോൺഗ്രസ്സുകാർ അതൊന്ന് പിൻപറ്റാൻ പറ്റൂ. അല്ലേ? എന്തായാലും ഈ ഒരു കേസ് രാഹുലിനെ അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇനി രാഹുൽ എത്ര നാൾ ജയിലിൽ കടന്നാലും ആ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം രാഹുൽ പാലക്കാട് സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ രാഹുലിനെ മനസ്സിലാക്കുന്നതും രാഹുലിനെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ രാഹുലിനെ അന്ന് രാഹുൽ ഷാഫി പറമ്പിലിനെക്കാളും വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ ജയിച്ചത്. അതിനേക്കാളും 100 ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ വിജയിച്ചു വരും.